നമസ്കാരം. മെഹ്റാജ് ടെക്സ്റ്റൈൽസ് പ്രസന്റഡ് ബൈ വോയിസ് ഓഫ് യു. ഇന്നത്തെ ചോദ്യം, വ്യക്തി ജീവിതത്തിൽ സ്മാർട്ട് ഫോൺ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നു? നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ആ രീതിയിൽ. ലൈഫിൽ നല്ലതാണ്. ഒരുപാട് സഹായങ്ങൾ നമ്മൾക്ക് ഒരു പരിധി വരെ നമുക്ക് ചെയ്തു തരും. പക്ഷേ അത് അല്ലാതെ തന്നെ അതിൻ്റെ അവിടെ അതിനെപ്പറ്റി അഡിക്റ്റ് ഇപ്പോഴുള്ള ജനറേഷൻ തന്നെ ഫുൾ അഡിക്റ്റഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ദോഷവശമുണ്ട്, നല്ല വശമുണ്ട്. ഈ ബ്ലൂ വെയിൽ പോലൊരു ഗെയിം വന്നിട്ട് കുറെ പേര് മരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഒരുപാട് ഗെയിമുകള് കൊച്ചു പിള്ളേർക്കായിട്ടുള്ള കൊച്ചു പിള്ളേർക്ക് മാക്സിമം ഇപ്പൊ കണ്ണുകളാണ് അത്രയും കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മോനായാലും ശരി തന്നെ മൊബൈലില്ലാതെ ആഹാരം വരെ കഴിക്കുന്നില്ല. നല്ലതും ഗുണമുണ്ട്, അതിന് ദോഷമുണ്ട്. നല്ലതാണ് ഫോൺ ഉപയോഗിക്കുന്നത്. നമ്മളെ സൗകര്യമായി കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ കോൾ ചെയ്യണമെങ്കിൽ പോയി സംസാരിക്കേണ്ട, ഫോൺ വിളിച്ച് സംസാരിച്ചാൽ മതി. മറ്റേ നമ്മൾ അവരുടെ വീട്ടിൽ പോയിട്ട് കാര്യങ്ങൾ പറയണ്ടേ. മൊബൈൽ ഫോൺ പോസിറ്റീവ് ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പിന്നെ നെഗറ്റീവ് പറഞ്ഞാൽ ചിലർ വീഡിയോ എടുക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോഴാണ് നെഗറ്റീവ് ആവണത്. പിന്നെ അഡിക്റ്റ് ആയി പോണ ഇപ്പോഴത്തെ പുതിയ പുതിയ ആൾക്കാർ ഇൻസ്റ്റഗ്രാമിൽ അതിനൊക്കെ അഡിക്റ്റ് ആകുമ്പോൾ അവർ ചെയ്യേണ്ട വർക്കിംഗ് ടൈം കുറയല്ലേ. പക്ഷെ ഇന്ന് നമുക്ക് ഇതില്ലാതെ പറ്റില്ലല്ലോ, അതാണല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അപ്പൊ ഇത് അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അപ്പൊ അഡിക്ഷനും കൂടിയാണ്, അല്ലാതെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതെ അതെ അതെ, നമ്മള് മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയും കൂടി ഇതിന് ട്രൈ ചെയ്യേണ്ടി വരും, അല്ലാതെ മാറ്റാന്. ഈ ബ്ലൂ വെയിൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഗെയിം വന്നിട്ട് കുറെ കുട്ടികൾ മരിച്ചില്ലേ? അപ്പൊ അതുപോലുള്ള ഗെയിം ഒക്കെ വരുന്നോണ്ട് അപ്പൊ കുട്ടികളെ ഇതിന്ന് നമ്മൾ ഒന്ന് അവയർനെസ് കൊടുത്ത് മാറ്റി നിർത്താൻ വേണ്ടി എന്തെങ്കിലും പറയാനുണ്ട്? സ്മാർട്ട് ഫോൺ ഇപ്പൊ എല്ലാത്തിലും ഇപ്പൊ നമുക്ക് അത്യാവശ്യമാണ്. ഏത് കമ്മ്യൂണിക്കേഷൻ ആയാലും എഡ്യൂക്കേഷൻ ആയാലും പിന്നെ സോഷ്യൽ പ്ലാറ്റ്ഫോം ആയാലും സ്മാർട്ട് ഫോണിന്റെ അത്യാവശ്യമുള്ളതാ. അതില്ലാട്ടി പോണ പിന്നെ നമുക്ക് അങ്ങനെ തന്നെ കാര്യങ്ങളൊന്നും നടക്കില്ലാതെ തോന്നുന്നില്ലേ. ദോഷവശങ്ങൾ ഒരുപാടുണ്ടല്ലേ? ദോഷവശം അങ്ങനെ എന്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിച്ചാൽ എല്ലാം നല്ലത് തന്നെ. മക്കളൊക്കെ നമ്മൾ ഒരുപാട് അഡിക്ഷൻ ഒക്കെ വരുന്നുണ്ടല്ലോ. അല്ല, അങ്ങനെ അഡിക്ഷൻ ആയിട്ട് പറയാനുള്ള ഒരു രീതിയില്ല. ഇപ്പൊ പാരന്റ്സ് തന്നെ അഡിക്ഷൻ ആയി പോയാൽ പിന്നെ മക്കൾക്ക് ഓട്ടോമാറ്റിക്കലി അഡിക്ഷൻ ആകും. പാരന്റ്സ് ഒരു ലിമിറ്റഡ് ടൈം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല അതിനെ കുറിച്ച്. നമ്മൾ അവയർനെസ് കൊടുക്കുന്ന പോലെ. യെസ്, ഞങ്ങൾ കൊടുക്കാറുണ്ട്. സമൂഹത്തിനെ മാറ്റിക്കൊണ്ടുവരണമെങ്കിൽ ഇങ്ങനെയുള്ള ഇതൊക്കെ നിങ്ങൾ അവര് സ്റ്റോപ്പ് ചെയ്യണം. ഈ ഗെയിംസ് എത്ര തവണ നമ്മൾ അവരുടെ അടുത്ത് ഓപ്പൺ ആയാലും അവര് ഈ ഒരു ഫെസിലിറ്റി ഉപയോഗിക്കുക തന്നെയാണ് ചെയ്യുന്നത്. 2 വയസ്സായ കുട്ടി തന്നെ ഫോൺ ഇട്ട് കൊടുത്താലേ ഫുഡ് കഴിക്കും. അങ്ങനെ ഒരു നല്ലതുകൊണ്ട് പരിധിവരെ കാരണം നമ്മൾ പാരന്റ്സ് തന്നെയല്ലേ. പാരന്റ്സ് ആയതുകൊണ്ട് എനിക്ക് അതൊരു വിഷമമുണ്ട്. പിന്നെ കുട്ടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് കാണിച്ചു കൊടുക്കും. ഒരു രീതിയിൽ നല്ലതാണ്, ഒരു രീതിയിൽ മോശമാണ്. അധികമായാൽ അമൃതം വിഷമല്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഉപയോഗിച്ചാൽ ഏറ്റവും നല്ലതാണ്. നോക്കി ഉപയോഗിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്ത് കഴിഞ്ഞാൽ അതിനേ ഉള്ളൂ ജീവിതം. കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് ഫോൺ വന്നതിന് ശേഷം. ശരിയാണ്. കൊച്ചു പിള്ളേരെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഇപ്പം എന്റെ മോൻ തന്നെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. ഫോൺ ഉപയോഗിക്കാതെ ആഹാരം കഴിക്കത്തില്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നല്ലതാണ്. കുട്ടികൾ അങ്ങനെ കൂടുതലായിട്ട് അതിനകത്ത് അഡിക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. എന്നാലും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാതെ പറ്റത്തില്ല. കുട്ടികളും ഇപ്പം ഏകദേശം നമ്മളിപ്പോ ഇനി എത്രയൊക്കെ നിർബന്ധിച്ച് അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാലും അത് ഏതെങ്കിലും തരത്തിൽ ഫ്യൂച്ചറിലും അതെന്തായാലും ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ. അതിലേക്ക് പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിന്റെ ചീത്ത വശങ്ങളിലേക്ക് പോകാതിരിക്കും. ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ തലമുറയ്ക്ക് ദോഷമാണ്. പക്ഷെ ഇനിയിപ്പോ ഉള്ള ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാം നമ്മുടെ ഫിംഗർ ടിപ്പിലെ എല്ലാം ദോഷമാണ്. ചെറിയ പ്രായത്തിൽ അതിലേക്ക് അഡിക്റ്റ് ആയി പോകുന്നതുകൊണ്ട് കുട്ടികളുടെ ബാല്യകാലം ഇപ്പൊ ഈ കളിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് വീട്ടുകാരും ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളതിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം മോനെയുണ്ട്, ഞങ്ങള് ഫോണൊന്നും മാക്സിമം കാണിക്കാറില്ല, താല്പര്യമില്ല. കാരണം പിള്ളേരുള്ള കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞതുകൊണ്ട് നമ്മളിത് കാണിക്കാണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറയുന്നത് ഹാഫ് നല്ലതാണ്, ഹാഫ് ദോഷങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ പറയുന്നത്. റേഡിയേഷൻ കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ. യെസ്, റേഡിയേഷനും ഉണ്ട്. നമ്മൾ കിടക്കുമ്പോഴാണല്ലോ ഫോൺ തലയ്ക്കുള്ള വെച്ചിട്ടാണ് എല്ലാരും കിടന്നുറങ്ങുന്നത്. ചെയ്യാൻ പാടില്ലെങ്കിൽ നമ്മളത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്കിപ്പോ നല്ല ഉപയോഗം തോന്നുന്നത് സ്മാർട്ട് ഫോണിന്. അങ്ങനെ അതിൽ കൂടെ വർക്ക് ചെയ്യാം, പിന്നെ ഇന്റർനെറ്റ് യൂസ് ചെയ്യാം. പിന്നെ അതിൽ ദോഷമുണ്ട്, നല്ലതും ഉണ്ട്. നല്ല രീതിയിൽ യൂസ് ചെയ്താൽ നല്ലത് തന്നെയാണ്. പക്ഷെ ഓവർ അഡിക്റ്റ് ആവില്ലെന്ന എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇനി വരുന്ന കാലം മൊത്തം ജനറേഷൻ കൊച്ചു പിള്ളേർ തൊട്ട് എന്നാൽ നമ്മളെ പ്രായത്തിൽ നമ്മൾ ഈ ഫോണൊന്നും നമുക്ക് കണ്ടിട്ടില്ല. നമുക്കൊരു 10ാം ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഈ ഫോൺ മേടിച്ചു തന്നത്. അത് ഇപ്പം എന്ന് പറഞ്ഞാൽ ജനിച്ച് ഒരു 3-4 വയസ്സാകുന്ന പിള്ളേർക്ക് തന്നെ ഫോൺ അവർ യൂട്യൂബിലാണ്.
യൂട്യൂബ് വളർന്നു വരുന്ന പിള്ളേർ മൊത്തം യൂട്യൂബിലാണ്. അതെ. അവർക്കിപ്പോ കരഞ്ഞാലും പേരൻസ് എടുത്തു കൊടുക്കുന്ന ഫോണില്ല. ആ. പക്ഷെ ഈ ചെറിയ പ്രായത്തിൽ എടുത്തു കൊടുക്കണ്ടെന്നാ എൻ്റെ ഒരു ഒപ്പീനിയൻ. അങ്ങനെ കണ്ണിനൊക്കെ പ്രോബ്ലം വരും. ഞാൻ പണ്ട് കൊച്ചി ടി വി കണ്ട് എന്റെ കണ്ണിന് പ്രോബ്ലം. ഇപ്പൊ ഞാൻ കണ്ണാടിക്ക് പുതിയ കൊടുത്തേക്കുക. ഉം. ഇപ്പൊ ഞാൻ ഒരു 18-20 വർഷം കൂടെ കണ്ണാടി വെക്കുക. ഉം. ഇങ്ങനെ അഡിക്റ്റ് ആയി പോകും. നമുക്ക് കണ്ണാടി വെച്ചുള്ള ബുദ്ധിമുട്ട് അറിയാത്തതുകൊണ്ടാ. നമുക്കൊന്ന് വീണാലോ ഒന്ന് ആക്സിഡന്റ് ആയി കഴിഞ്ഞാലും കണ്ണിന് പ്രോബ്ലം വരും. കണ്ണാടി വെച്ചുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അതിന്റെ ചില്ല് കൊണ്ട് കയറും. ഉം. അതൊക്കെ ഇതാവും. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താൽ നല്ലതായിട്ടിരിക്കും. ദോഷമെന്ന് പറയാൻ പറ്റില്ല. നല്ല കാര്യങ്ങളുണ്ട്, അതിന് ദോഷങ്ങളുണ്ട്. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നത് പോലെ ഇരിക്കും. അപ്പൊ നല്ലതിന് യൂസ് ചെയ്താൽ നല്ലതാണ്, തെറ്റായി യൂസ് ചെയ്താൽ തെറ്റാണ്. അങ്ങനെ ഉള്ളൂ. അല്ലാതെ ഇപ്പം നന്നായിട്ട് ബിസി ആയിട്ടുള്ള ആൾക്കാരും അതിന്റെ പുറകെ ഇരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഇപ്പം ആഡുകളാണെങ്കിൽ തന്നെ ഇപ്പൊ ബിസി വർക്കിന് പോകുന്ന ആൾക്കാർ ഒരിക്കലും ഈ ചെറിയ ചെറിയ ആഡുകളൊന്നും കാണണമെന്നില്ല. ഒരു പണിക്കൊന്നും പോവാതെ അല്ലെങ്കിൽ അധികം ടൈം അതിന്റെ പുറകെ ഇരിക്കാന്നതായിരിക്കും. ഇപ്പം ഞാന് പണിക്ക് പോകും, പക്ഷെ പണിക്ക് പോയിട്ട് വന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഫോൺ യൂസ് ചെയ്യും. പക്ഷെ അതൊരു അഡിക്റ്റ് ആയിട്ട് മാറ്റണോ വേണ്ടോ എന്നുള്ളത് നമ്മുടെ ഒരു ആരെങ്കിലും വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുന്നതായിരിക്കും. പക്ഷെ അതിന്റെ പുറകെ ഇരുന്ന് മണിക്കൂറോളം ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അതിനൊരു മെക്കാനിസം അങ്ങനെയാണല്ലോ. നമുക്ക് ഇഷ്ടമുള്ള സാധനം ഇങ്ങനെ അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മളപ്പോൾ അതിന്റെ പുറകെ നോക്കിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ മൈൻഡ് എന്താണെന്നുള്ളത് ഫോണിന് അറിയാം. അപ്പൊ അങ്ങനെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും അത് അഡിക്റ്റ് ആയി പോകുന്ന വെച്ചാല് അത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ആയി പോകും. ഇനിയിപ്പോ നമ്മൾ എത്രയൊക്കെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചാലും അങ്ങനെയാണ്. അത് ഒരിക്കലും അത് ചെറുപ്പത്തിലെ നമ്മൾ ശീലിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് വരാണ്ടിരിക്കുമായിരിക്കും. അതിന് ഡോക്ടേഴ്സ് തന്നെ ഒരു ഏജ് ഒക്കെ പറയുന്നുണ്ടല്ലോ. ആ ഒരു ഏജ് കാറ്റഗറി കഴിഞ്ഞതിന് ശേഷം ഫോൺ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതും കാരണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനും എല്ലാത്തിനും ഒരു ഫോണില്. പിന്നെ ഫോൺ ഇപ്പൊ കാർട്ടൂൺ അങ്ങനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവർക്കൊരു ടൈം പീരീഡ് കൊടുത്തു കഴിഞ്ഞാൽ അതെ കരഞ്ഞാലും ഇപ്പൊ മേടിച്ചാലും കരഞ്ഞാലും വേറെ എന്തെങ്കിലേക്കും അവരുടെ ചിന്തയെ മാറ്റിക്കൊണ്ടുപോയാൽ മതി. അതെ. ഫാമിലി ആയിട്ടുള്ള പഴയ പോലുള്ള ഒരു ടൈം ആർക്കും കിട്ടുന്നില്ല. ഒരു ഫാമിലിയിലും ഇല്ല. അപ്പൊ ആ ഒരു സാധനം വന്നാൽ നല്ലതായിരിക്കും. ഇപ്പൊ എന്റെ വീട്ടിൽ ഞാൻ പഠിച്ചിട്ട് വന്നാലും നമ്മളെല്ലാവരും വൈകുന്നേരം 4 പേരും കൂടെ ഒരുമിച്ച് കൂടി ഇരിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് എല്ലാ ഫാമിലിയിലും ഉണ്ടോ എന്ന് അറിയത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോണിന്റെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പോയിക്കൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. അങ്ങനെ അതിനെയൊക്കെ ഈ ഫോൺ എന്ന് പറയുന്ന സാധനം അഫക്ട് ചെയ്യുന്നുണ്ട്. രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പോൾ പഠനത്തിന് വേണ്ടി നമുക്ക് നല്ല രീതിയിൽ നമുക്ക് സ്മാർട്ട് ഫോണിന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ മറ്റു പല കാര്യങ്ങൾക്കും മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പല രീതിയിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും നമുക്ക് അതിനെപ്പറ്റി. ഇപ്പോൾ അത് കാണിച്ചാലേ ചോറ് കഴിക്കുന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് കുട്ടികളുടെ അവസ്ഥ. ആ അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. കുട്ടികൾക്ക് അഡിക്ഷൻ ഒക്കെ വന്നിട്ട് ഈ മെന്റൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി ഒരുപാട് കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ റീൽസിലൂടെയും മറ്റു സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോ പേരൻസ് തന്നെ ഈ പാട്ടുകൾ പാടിക്കൊടുക്കുക, അതുപോലെ തന്നെ വേറെ പല ആക്ടിവിറ്റീസ് കാണിച്ചിട്ട് വേണം ഈ മൊബൈലിന്റെ യൂസേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നോക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ല ഇത്. ഇപ്പോൾ പാട്ട് പാടാൻ അറിയില്ലെങ്കിലും പാട്ട് പാടുന്ന രീതിയിൽ കാണിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം സ്മാർട്ട് ഫോൺ ഒഴിവാക്കി വെച്ചിട്ട് ചെയ്യാനുള്ള ഒരു ഏറ്റവും നല്ല ഐഡിയ ആണത്. ഏതൊരു സാധനം എടുത്താലും അതിന് 2 വശമുണ്ട്. ഒരു നാണയത്തിന് 2 വശം പോലെ നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. അപ്പൊ എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് ഫോണിൽ ഇപ്പോൾ ചെറിയ കുട്ടികളൊക്കെ സ്മാർട്ട് ഫോണിൽ നോക്കുക ഏറ്റവും കൂടുതൽ റീൽസാണ്. റീൽസെല്ലാം തന്നെ വളരെ ഷോർട്ട് ടൈമിൽ ഉണ്ടാവുന്ന ഒരു സാധനം അവരുടെ മെമ്മറിയെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരു കാരണവശാൽ ചെറിയ കുട്ടികൾക്ക് അത് കൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് എൻ്റെ ഒരു പോളിസി. കാരണം എന്ന് വെച്ചാൽ അവരുടെ മെമ്മറിയെ ബാധിക്കുന്നുണ്ട്, അത് അവരുടെ പഠനത്തിനെ കൃത്യമായിട്ട് ബാധിക്കുന്നുണ്ട്. ഫോൺ കൂടുതലും നോക്കുന്ന കുട്ടികൾക്ക് വളരെ കുറച്ച് കാര്യങ്ങളെ ഓർമ്മിച്ച് വെക്കാൻ പറ്റും. ക്ലാസ്സിൽ തന്നെ അവരുടെ ശ്രദ്ധ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ കാര്യം. ഒരു പ്രായം കഴിഞ്ഞിട്ട് ഫോൺ കൊടുക്കുക, അതിൻ്റെ നല്ല വശങ്ങൾ തിരിച്ചറിയുക. ഫോണിനെ നമുക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയില്ല. ഈ കാലഘട്ടത്തിൽ എല്ലാവരും സ്മാർട്ട് ആവണം. നല്ല വശങ്ങളുമുണ്ട്, ചീത്ത വശങ്ങളുമുണ്ട്. നല്ലത് ഉപയോഗിക്കുന്നവർക്ക് നല്ലതുമാണ്, ചീത്ത അങ്ങനെ ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെതായ രീതിക്കുള്ള ദോഷങ്ങളും വരാറുണ്ട്. നല്ല രീതിക്കുള്ള ഉപയോഗങ്ങളാണ് നല്ല രീതിയാണ്, നല്ലതാണ്. ഫോണ് അത്യാവശ്യം 18 വയസ്സിനപ്പുറമുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അവർ നല്ല രീതിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ
അത് നല്ലത് തന്നെയാണ്. ചെറിയ മക്കളുടെ കാര്യം ശരി. ചെറിയ മക്കൾക്ക് കൊടുക്കുന്നത് ദോഷം തന്നെയാണ്. ഇപ്പം ഡോക്ടേഴ്സ് തന്നെ പറയുന്നുണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ല ദോഷം ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒട്ടും കൊടുക്കാറില്ല. ഇപ്പൊ അവരൊക്കെ സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതിനു ശേഷം പിന്നെ മൊബൈലിന്റെ യൂസ് കുറച്ച് കഴിഞ്ഞില്ല. ഇപ്പൊ മാറ്റമുണ്ട്. സ്കൂളിലൊക്കെ പോയതിനു ശേഷം പിന്നെ മൊബൈലൊന്നും നല്ലതായിട്ട് കൊടുക്കാറില്ല. നല്ലതുമാണ് ചീത്തയാണ്. ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതും, ഉപയോഗിക്കേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ ചീത്തയും. ഈ അഡിക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പൊ അതിനെ പറ്റിട്ട് അഡിഷന്റെ പ്രശ്നം നമ്മളായിട്ട് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ വരേണ്ട ആവശ്യമില്ല. കൊച്ചുമക്കളുടെ കാര്യം കൊച്ചുമക്കളുടെ കാര്യം അമ്മമാരും അച്ഛന്മാരും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അഡിഷനായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഏറ്റവും കൂടുതൽ പാരന്റ്സ് ആണല്ലോ നമ്മൾ ഉപയോഗിച്ച് കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അവർക്കെതിരെ എന്തായിട്ട് സംസാരിക്കാൻ പറ്റും? എതിരെ എന്തിനാണ് സംസാരിക്കുന്നത്? അത് ഓരോരുത്തരുടെ opinion അല്ലേ? വെച്ചാൽ നമുക്കൊരു അവയർനെസ് കൊടുക്കാനായിട്ട്. അവയർനെസ് കൊടുക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോൺ എപ്പോഴും നല്ലതാണ്. കുട്ടികൾക്കാണെങ്കിലും അങ്ങനെയാണ്. അവർക്ക് അവരുടെ സംശയങ്ങൾ നോക്കാം, വിക്കിപീഡിയ നോക്കാം. അത് അമ്മമാരുടെ അച്ഛന്മാരുടെ നേതൃത്വത്തിലായിരിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. അതിപ്പോ കുഴപ്പമില്ല, നല്ല കാര്യമാണ്. നല്ലതും രണ്ട് വശങ്ങളില്ലേ, നല്ലതുമാണ് ചീത്തയുമാണ്. അപ്പൊ അഡിക്ഷന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നില്ലേ? ഉണ്ട്. അപ്പൊ അതിനെ പറ്റി എന്താ പറയാനുള്ളത്? അതിപ്പോ ഒരാള് ഒരു ഫോൺ എടുത്തു കഴിഞ്ഞാൽ അയാൾ ഉപയോഗിക്കുന്ന രീതി പോലെ ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണെങ്കിൽ അവർ ആ രീതിയിലുള്ള ഇതൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്കൊക്കെ ആണെങ്കിൽ കുഴപ്പങ്ങളില്ല, നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഈ ഫോൺ കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഈ ദോഷമെന്ന് പറഞ്ഞാൽ അത് ദോഷമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ആ രീതിയിൽ പോകും. അല്ലാതെ പക്വതയുള്ള ആളുകൾക്കാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളിപ്പോ ഈ കുടുംബത്തിലോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും ഫോൺ നോക്കിയിരിക്കുകയാണ്. സംസാരം, കമ്മ്യൂണിക്കേഷൻ കുറവാണ്. ഇല്ല, ഇപ്പൊ ഈ സ്മാർട്ട് ഫോൺ വന്നതുകൊണ്ടാണ്. ഫോൺ വന്നുകൊണ്ടാണല്ലോ അങ്ങനെ. അതെ ഫോണിനുള്ളിലാണല്ലോ. അതെ തന്നെ. സംസാരിക്കുന്നില്ല. വീട്ടിലുള്ളവരെല്ലാവരും ഇപ്പൊ ഫോണിലാണ്. ഉറങ്ങാൻ കിടക്കുമ്പോ പോലും എല്ലാവരും ഫോണിലാണ്. അത് തന്നെ. ടോയ്ലറ്റിൽ പോകുമ്പോഴും ഫോൺ കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ഉറങ്ങുമ്പോഴും കൊണ്ടുപോകും. പിന്നെ എവിടെ പോയാലും ഈ ഫോൺ കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. പിന്നെ അതിലുള്ള ഗുണങ്ങളുണ്ട്. പിള്ളേരൊക്കെ വെളിയിലായിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഏത് സമയം അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി പറ്റും. കൊച്ചു പിള്ളേർക്ക് അവർക്ക് ഇതൊന്നും അറിയാം. അവർ വല്ല കുത്തുമ്പോഴത്തേക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ നല്ല രസത്തിൽ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ അവർ വിടൂല. അഡിക്ഷന്റെ പ്രശ്നമുണ്ട്. ഏത് സമയം ഇതില്ലാത്തൊരു ഇതില്ല. ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ഇപ്പം കണ്ണാടി വെക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അതാ രക്ഷകർത്താക്കൾ ആദ്യം ശ്രമിക്കണം. കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാം. നല്ല ഗുണങ്ങളും ഉണ്ട്, ദോഷഗുണങ്ങളും ഉണ്ട്. അത് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്ന് ഉള്ള രീതിയിലായിരിക്കും അതിന്റെ ഇത് വരുന്നത്, ഇമ്പാക്റ്റ് വരുന്നത്. നമ്മൾ മോശമായിട്ട് ഉപയോഗിച്ചാൽ മോശം ഇമ്പാക്റ്റ് ആയിരിക്കും വരുന്നത്. നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ നല്ല ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. ഇപ്പം കൂടുതലും സ്റ്റുഡൻസിനാണ് സ്മാർട്ട് ഫോൺസ് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്. അതുപോലെ ഹാർംഫുൾ ആയിട്ട് വരുന്നതും സ്റ്റുഡൻസിനാണ്. ഇതൊക്കെ തന്നെ. പക്ഷെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്മാർട്ട് ഫോൺ. അതില്ലാണ്ട് ഇപ്പം നമുക്കൊന്നിനും പറ്റില്ല. അതിൽ നല്ലതുകൊണ്ട് മോശമുണ്ട്. പിള്ളേരെല്ലാം മിസ്യൂസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കാണ്. പിന്നെ നല്ലതുമാണ്. അത്യാവശ്യത്തിനൊക്കെ നമുക്ക് വിളിക്കാനും പിടിക്കാനും ഒക്കെ എല്ലാം റെഡിയല്ലേ. കുട്ടികൾക്കൊക്കെ ഇപ്പം ഇത് ഹരമാണ്. അവർക്കിപ്പോൾ ഇതില്ലാതെ ഒരു രക്ഷയില്ല. പക്ഷെ നമുക്കറിയാം റേഡിയേഷനൊക്കെ ഉണ്ടാവും. മക്കളോട് പറഞ്ഞാൽ കേൾക്കില്ല. എനിക്ക് വീട്ടിലൊരു കൊച്ചു കുഞ്ഞുണ്ട്, മോൻ്റെ മോള്. 4 വയസ്സ്. ആഹാരം കഴിക്കണമെങ്കിൽ ഫോൺ വേണം, മൊബൈൽ വേണം. അതൊക്കെ വലിയ ഡേഞ്ചറാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എത്ര പറഞ്ഞാലും കേൾക്കില്ല. ആഹാരം തീറ്റിക്കണ്ടേ. അങ്ങനെയൊക്കെ വലിയ. അതാണ് ഞാൻ പറഞ്ഞത്, 2 വശമുണ്ട്. അതിന് നല്ല വശമുണ്ട്, ചീത്ത വശമുണ്ട്. പക്ഷെ ഉപകാരമാണ്. കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ഫോൺ വിളിക്കാം, എവിടെ ഇരുന്നാലും ഓരോ കാര്യങ്ങൾ അറിയാൻ സാധിക്കും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ച് പറയുന്നുണ്ട്, കേൾക്കാൻ സാധിക്കും, മെസ്സേജ് കൊടുക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗം ഉണ്ട്. നല്ലതുമാണ് മോശമാണ്. വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മതി. വേണ്ട രീതിയിൽ ഉപയോഗിക്കണം. ഈ കുഞ്ഞു മക്കൾക്ക് ഫോൺ കൊടുക്കുന്നതിനോട് യോജിക്കുന്നില്ല. ഇവരങ്ങനെ ഫോൺ ഞങ്ങൾ കൊടുക്കാറില്ല. അങ്ങനെ അവനും അങ്ങനെ നിർബന്ധമല്ല. എന്തെങ്കിലും കളിച്ചാൽ മതി. പാട്ടൊക്കെ, മ്യൂസിക് ഒക്കെ കേട്ടാ മതി എന്തെങ്കിലും. എന്നാലും നമ്മൾ സൂക്ഷിക്കണം. നമ്മൾ മുതിർന്ന ആൾക്കാരല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. സോ ആ ഒരു ഇത് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റില്ലാത്ത അവസ്ഥ വരപ്പോഴാ അവരത് മിസ്യൂസ് ചെയ്യുന്നത്. സോ അത് ക്രമീകരിച്ച് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞിട്ട് കൊടുക്കുക. എല്ലാം അങ്ങ് ദോഷമാണെന്ന് പറയാനും പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഈ ഒരു സാധനം ഇല്ലാതെ നമുക്ക് ലൈഫ് അടിക്കാനൊക്കെ ഒന്നും പറ്റത്തില്ല. നമ്മൾ ഇതിന് ഫുള്ളും അഡിക്റ്റഡ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ അഡിക്റ്റഡ് ആണ്. മോർണിംഗ് തൊട്ട് ഈവനിങ് വരെ കിടന്നുറങ്ങുന്നവരെ ഇതിന് അഡിക്റ്റഡ് ആണ്. സോ ഇതില്ലാത്ത ഒരു ലോകം നമുക്കിപ്പോ ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല. നമ്മളെ ഈ കുടുംബത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ കുറവാണ്. എല്ലാവരും ഫോണിനുള്ളിലാണ്. അപ്പൊ അതൊക്കെ കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് വരും. പഴയതുപോലെ എല്ലാരും ആകാ ഒരുമിച്ച്. ഇത്
നമുക്കത് പിന്നെ ബാക്കിലോട്ട് ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ. ഓരോ ദിവസവും ടെക്നോളജി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളെ കുടുംബ ബന്ധങ്ങൾ തകരത്തില്ലേ? പിന്നെ ഒരുപാട് അങ്ങനെ ഒരു വിഷയം. ഉണ്ട്. എല്ലാം ഒരു പരിധിക്ക് കൊണ്ടുപോയാൽ നല്ലതായിരിക്കും. ഒരു കണക്കിൽ എല്ലാത്തിനും അതിന്റെ നല്ലതായാലും ചീത്തയ കാര്യങ്ങളുണ്ടല്ലോ. എല്ലാത്തിനും ഒരു ടൈം വെച്ച് ഫോൺ കൊടുക്കുക നല്ലത് തന്നെയാണ്. എന്ത് യൂസ്ഫുൾ നമ്മളതിൽ തന്നെ ഫോണിൽ ഓപ്ഷൻസ് ഉണ്ട്, ഏജ് ലിമിറ്റും ഇതൊക്കെ നമുക്ക് നോക്കി ചെയ്യാൻ പറ്റും. അപ്പോൾ പാരൻസിന് അനുവാദത്തോടെ തന്നെ യൂട്യൂബ് ആയാലും ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്ക് വേറെ അധികം ഒന്നും സെർച്ച് ചെയ്യാനൊന്നും പറ്റൂല. അത് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി, വേറെ പ്രശ്നമില്ല. പിന്നെ പുറത്ത് കളിക്കാനൊക്കെ വിട്ടാൽ പിന്നെ അവർ ഓവർ അഡിക്റ്റ് ആവത്തില്ല, വീട്ടിൽ തന്നെ ഇരുത്തിയിരിക്കും. പഠനത്തിനെയൊക്കെ ഒരുപാട് ബാധിക്കുന്നില്ലേ കുട്ടികൾക്ക് ഈ ഫോണുമായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക്? അത് ഭാവി ജീവിതം നന്നായിട്ട് അത് ബാധിക്കുന്നുണ്ട്. അത് നന്നായിട്ട് അപ്പൊ അതിൽ നിന്നപ്പം നമ്മള് മാക്സിമം കുട്ടികളെ പുറത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ അതിന് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികൾ ചോദിക്കണം, അവരെ അവർക്ക് ഇഷ്ടങ്ങളും കാര്യങ്ങളും ചോദിക്കണം. അപ്പോൾ അവർ ഇപ്പോൾ ചിലർ സ്പോർട്സിലും ഇതിൽ ഇൻട്രസ്റ്റ് അല്ല, ഹാങ് ഔട്ട് ചെയ്യാൻ പോകണം. പുറത്തിറങ്ങി നമ്മൾ വലുതായിട്ടൊന്നും ഫോൺ ഉപയോഗിക്കാറില്ല. അതാകുമ്പോൾ നമ്മൾ ഫോണിൽ നിന്ന് ഇത്തിരി മാറി. ഈ ഫാമിലി ആണെങ്കിൽ കൊച്ചു പിള്ളേരെയൊക്കെ കറങ്ങാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർ വലുതായിട്ട് ഫോൺ ഉപയോഗിക്കത്തില്ല എൻ്റെ അറിവിൽ. പുറത്തോട്ട് പോയപ്പോൾ നമ്മൾ ആ വൈബും പുറത്തോട്ട് ഒരുമിച്ച് ഫുഡൊക്കെ കഴിക്കാൻ പോകുമ്പോഴും അപ്പോഴൊന്നും വലുതായിട്ട് ഫോൺ എന്തായാലും ഞാൻ ഉപയോഗിക്കാറില്ല. മാക്സിമം പുറത്തോട്ടൊക്കെ കൊണ്ടുപോകണം പിള്ളേരെ. കൂടുതൽ ബിസി ആക്കാൻ നോക്കുക. അപ്പോൾ അവർ ഫോണും ഡിജിറ്റലിനും അപ്പോൾ അവർ വലുതായിട്ട് യൂസ് ചെയ്യില്ല. പുറം ലോകമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം. കുറേ പിള്ളേരൊന്നും പുറത്തൊന്നും കൊണ്ടുപോകാത്തണ്ട്, വീട്ടിൽ തന്നെ ഇട്ടിരിക്കുക. അപ്പോൾ അവരൊക്കെയാണ് കൂടുതലും ഫോണിന് ഇങ്ങനെ അഡിക്റ്റ് ആയി പോകുന്നത്. മൊബൈൽ ഉപയോഗിക്കണം അത്യാവശ്യം. ഇതിൽ തന്നെ നമുക്ക് കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബാഡ് സൈഡ് അപ്പോൾ എന്തൊരു കാര്യത്തിന് അതിൻ്റെ ബാഡ് സൈഡ് കാണും. നോർമൽ തിങ് ആണ്. നമ്മൾ യൂസ് ചെയ്യേണ്ട രീതിയിൽ യൂസ് ചെയ്താൽ എന്തും നല്ലത് തന്നെയാണ്. ഈ നൂറ്റാണ്ടില് സ്മാർട്ട് ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് കൂടുതൽ യൂസ് ചെയ്ത് അപകടമാണ്. കുട്ടികൾ പണ്ടൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തിൽ ഓരോ കളികളുണ്ടായിരുന്നു. ഇപ്പൊ ആരും അതിനൊന്നും പോകുന്നില്ല. ഫുൾ ടൈം മൊബൈല് കണ്ടുകൊണ്ടിരിക്കുന്നു. മക്കൾക്ക് അത് അഡിക്ഷൻ അല്ലേ? അപ്പൊ കണ്ണിനൊക്കെ പ്രശ്നങ്ങൾ അല്ല, നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ മൂന്ന് പേർക്ക് ഒരു സമയം, അത് നിശ്ചിത സമയമുണ്ട്. അത് കൂടുതൽ അത് കൂടുതൽ കൊടുക്കാറില്ല. കൊടുക്കുന്നുണ്ട്. സമൂഹത്തിൽ അങ്ങനെയല്ല കണ്ടുവരുന്നു. പല മക്കളും ഈ ആത്മഹത്യ ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അത് കൂടുതൽ അതൊരു നിയന്ത്രണം വെക്കാത്തതുകൊണ്ടാണ്. വീട്ടുകാരെ ശ്രദ്ധിക്കുന്നില്ല. അവർ കൊടുത്തിട്ട് അവർക്ക് അപ്പൊ ഫ്രീ ആവും പിള്ളേർ. ശ്രദ്ധിക്കാത്ത പാരന്റ്സിന് എന്ത് അവയർനെസ് കൊടുക്കാനായിട്ട് പറ്റും? അവർക്ക് ഫുൾ ഫ്രീഡം കിട്ടും. പിള്ളേരെ ഒരു മൂലയ്ക്ക് ഒരു ഫോൺ കൊടുത്തങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ദോഷമാണ്. ആ കൊറോണ സമയത്ത് കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാൻ പറഞ്ഞ ആ സമയം തൊട്ടാണ് തുടങ്ങിയത്. എന്റെ ഇതില് എന്ത് പറയാ, എനിക്ക് മൊബൈൽ ഇല്ലാതെ പറ്റൂല. പറ്റത്തില്ല. ചില പണ്ടൊക്കെ വെച്ച് നമ്മൾ കളിക്കാൻ ഇതൊക്കെ വരും. ഇപ്പൊ സ്മാർട്ട് ഫോണിലാണ് ഇത് റീൽസ് കണ്ട് അങ്ങനെ. ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ ട്യൂഷന് പോലും പോവാതെ മൊബൈലിലാണ്. അപ്പൊ അത് എങ്ങനെ മാറ്റിക്കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ മാറ്റുമെന്ന് എനിക്കറിയില്ല അതിനെ കുറിച്ച്. ചെയ്യേണ്ട ലൈഫിൽ ഇപ്പം മൊബൈലിലോട്ട് ഞാനിപ്പോ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തിനകത്തേ ആയിട്ടുള്ളൂ മൊബൈൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതിക്ക് മുമ്പ് സാധാ പഴയ കാലത്ത് തന്നെയാണ്. ഇപ്പൊ കൂടിയതാണ്. ഇപ്പൊ നമ്മൾ റീൽസ് കണ്ട് അങ്ങനെ ഇപ്പൊ മൊത്തം യൂട്യൂബാണ്. അപ്പൊ ഈ പിള്ളേരെ കുറച്ച് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാൽ അവര് കമ്മ്യൂണിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവര് സമയം കിട്ടുന്നില്ല. നമ്മളോടത്തായിരുന്നു തന്നെ പറയാം, അവർക്ക് അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പം പാസ്വേഡ് മാറ്റിയിട്ടാണ് ഫോൺ ഉപയോഗിക്കുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഇവർ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെച്ചാൽ എടുക്കരുത് എന്നുള്ളത് മാക്സിമം കൊടുക്കൂല. TV ഇട്ട് കൊടുക്കാനും ഓരോ അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. എന്നാലും 10 ദിവസം വെക്കേഷൻ സമയമായാലും സ്കൂളിൽ നിന്ന് വന്നാൽ അവർക്ക് ഇത്തിരി നേരം കിടക്കാൻ നേരത്തെങ്കിലും ആ സാധനം വേണം. കുട്ടികൾ എന്തെങ്കിലും സ്കൂളിൽ നിന്ന് വന്നിട്ട് സാധാരണ മുമ്പ് കാലങ്ങളിൽ സ്കൂളിൽ നടന്ന സർവ്വ കാര്യങ്ങൾ നമ്മൾ പാരന്റ്സിനോട് പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ? കാര്യങ്ങളൊക്കെ വന്ന് പറയാം, സ്കൂളിലെ കാര്യങ്ങളൊക്കെ വന്ന് പറയാം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങള് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്ന കൂടുതലും രാത്രിയാണ്. പിള്ളേരൊക്കെ ഉറങ്ങിയതിന് ശേഷം മാത്രമാണ്. വീട്ടമ്മമാരൊക്കെ കഴിയുന്നത് അങ്ങനെ ആയിരിക്കും തോന്നുന്നു. എല്ലാം കൊണ്ടുപോകാൻ നോക്കിയാൽ നടക്കത്തില്ല. നമുക്ക് TV-യിൽ ന്യൂസ് കാണുന്നതൊന്നും അത്രയല്ല. പക്ഷെ അതേ സ്ഥാനത്ത് ഫേസ്ബുക്ക് എടുത്താൽ നമുക്ക് എല്ലാം ഷോർട്ടായിട്ട് കാണാം. TV-യിൽ ന്യൂസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചങ്ങ് നീട്ടും. അതേ സ്ഥാനത്ത് ഇത് 2 സെക്കൻഡില് കാര്യങ്ങൾ കഴിയും. ഇല്ലേ, എല്ലാം നമുക്കൊന്ന് ഓടിച്ചു പോകുമ്പോ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ആണ് നല്ലതെന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുവായിരിക്കും. ആ സമയത്തൊന്ന് സമയം നോക്കാന്ന് പറഞ്ഞായിരിക്കും ജസ്റ്റ് ഫോൺ കയ്യിലെടുക്കണം. പിന്നെ അതിന്റെ അകത്ത് ഈ റീൽസ് കണ്ടോണ്ടിരിക്കും. ആ ഒരു അഡിക്ഷൻ ഉണ്ടോ? അതുണ്ടെന്ന് തോന്നുന്നു. അതുണ്ട് ആ സ്വഭാവമുണ്ട്. അതപ്പോ എത്ര മണിക്കൂറോളം അങ്ങനെ ഇരിക്കും? അങ്ങനെ എത്ര മണിക്കൂറൊന്നും ഇരിക്കത്തില്ല. ചിലപ്പോ 1/2 മണിക്കൂറൊക്കെ ഇരിക്കുമായിരിക്കും. അതൊന്ന് പെട്ടെന്ന് നോക്കിയിട്ട് കണ്ടിട്ട് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ന്യൂസ് വല്ലതും കാണുകയാണെങ്കിൽ ചിലപ്പോ അതിൽ അങ്ങ് ലയിച്ചിരിക്കുമായിരിക്കും. എങ്കിലും പിള്ളേരെ ശ്രദ്ധിക്കാതെ ഒന്നും അങ്ങനെ ഇരിക്കത്തില്ല. അതും ജീവിതത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞ എല്ലാവർക്കും.
എന്നാണ് തോന്നുന്നത്. ആരും ഇന്ന് ആരുടെയും കയ്യിൽ സ്മാർട്ട് ഫോൺ ഇല്ലാതില്ല. വാട്സപ്പ് ഗ്രൂപ്പ്, ഫാമിലി ഗ്രൂപ്പ് ഒക്കെ വീട്ടിൽ പോകുന്നില്ല. അതെ, എല്ലാ വിശേഷവും വാട്സപ്പിലായി. അതെ, അതുകൊണ്ട് സ്മാർട്ട് ഫോൺ ഇന്ന് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. അതില്ലാതില്ല. പാരന്റൽ കൺട്രോൾ ഒക്കെ വെച്ചാൽ മതി. അമ്മയും അച്ഛനല്ലേ ഫോൺ കൊടുക്കുന്നത്, അവരറിയാൻ എടുക്കില്ല. രീതിയിൽ സ്മാർട്ട് ഫോൺ എൻ്റെ ജീവിതത്തിൽ ബാധിക്കുന്നത് എന്നുള്ളതിന് പറയുന്നതിനേക്കാൾ ഉപരി എനിക്ക് അഡ്വാൻറ്റേജ് ആണ് കൂടുതലുള്ളത്. ലൈക്ക് ബേസിക്കലി പറയുവാണെങ്കിൽ ഞാൻ ഒരു 4 ഇയേഴ്സിനുള്ളിലാണ് എപ്പോഴും ഓരോരോ ഫോൺസ് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നതും അതേപോലെ തന്നെ ആ ഫോണിനെ എന്ത് രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം. ലൈക്ക് പലരും യൂസ് ചെയ്യുന്നത് കോൾസ്, വാട്സാപ്പ് അങ്ങനെ മാത്രമേ യൂസ് ചെയ്യാവൂ. ഞാൻ അതിനുപരി വീഡിയോ എഡിറ്റിംഗ്, അതേപോലെ തന്നെ ഫോട്ടോഗ്രാഫി, അതേപോലെയുള്ള പല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന വെച്ച് നോക്കുമ്പോൾ എനിക്ക് അഡ്വാൻറ്റേജ് ആയിട്ടാണ് എൻ്റെ കാഴ്ചപ്പാടിൽ തോന്നുന്നത്, ഡിസ്അഡ്വാൻറ്റേജിന് ഉപരി. ഇപ്പോൾ തോന്നുന്നത് ഈ എൻ്റെ ഫോൺ എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ ഇപ്പോൾ സപ്പോസ് ലെറ്റ്സ് കാണിച്ചു തരുവാണെങ്കിൽ പബ്ജി ഞാൻ യൂസ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഞാനത് കളിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ അതിന് അഡിക്റ്റഡ് അല്ല. അത് കൺട്രോൾ ചെയ്യാൻ അഡിക്റ്റഡ് അല്ല. അത് അഡിക്റ്റഡ് ആവുന്നത് അവരുടെ മൈൻഡ് തന്നെ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. അല്ലാതെ അഡിക്റ്റഡ് ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കുറവാണ്. അത് അത്രയും കീനായിട്ടിരുന്ന പൈസ അഡിക്റ്റഡ് ആയി പോകുന്നതാണ്. സോ ഈ അഡിക്റ്റഡ് ആയി പോകാനുള്ള ചാൻസ് വരുന്നത് പല കൂട്ടുകെട്ടുകൾ വന്ന് സമ്മർദ്ദം ചെലുത്തി അവർക്ക് വേണ്ടിയിട്ട് നീ ഇത് കളിച്ചു തുടങ്ങും, ഞാനും കൂടെ കളിക്കാമെന്ന് പറഞ്ഞ ആ ഒരു രീതിയിലാണ്. രണ്ട് രീതിക്കും എടുക്കാം. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഉപയോഗിക്കാം, മോശം രീതിക്ക് ഉപയോഗിക്കാം. എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഓണർ ആണ് തീരുമാനിക്കാനുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഞാനും ഇൻസ്റ്റാഗ്രാം അങ്ങനെ റീൽസ് എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു കൺട്രോളിലാണ് എപ്പോഴും കൊണ്ട് നടക്കുന്നത്. മീൻസ് എൻ്റെ ഒരു ജോലിയുടെ അതനുസരിച്ച് അതിനൊരു ചെറിയൊരു റിലാക്സേഷൻ കിട്ടാൻ വേണ്ടി ആ ഒരു ടൈമിൽ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികൾ ഇതുപോലെ ഉപയോഗിക്കാൻ ഞാൻ അവരുടെ നേരിട്ട് പോയി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇങ്ങനെ വെറുതെ സമയം കളയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ നോക്കുവാണെങ്കിൽ ചെറിയ രീതിക്ക് ദോഷം തന്നെയാണ്. നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെ മൈൻഡ് പോലെ ഇരിക്കും. നമ്മൾ ആ പ്രായത്തിൽ കളിച്ചിട്ടുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പക്ഷെ അതിനുശേഷം അവർ കുറച്ചും കൂടെ പ്രായമാകുമ്പോഴത്തേക്ക് അവർക്കത് മനസ്സിലാക്കും എന്ന് തന്നെ വിചാരിക്കുന്നു. ഫാമിലി ആയിട്ടൊക്കെ നല്ലതാണ്. പോകുന്നുണ്ട്. ഞാൻ വീട്ടിൽ ഇരിക്കുന്ന സമയത്തൊക്കെ മൊബൈൽ മാറ്റി വെച്ച് മാക്സിമം നോക്കാറുണ്ട്. അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. പുറത്തു പോയപ്പോൾ പോലും കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്. മീൻസ് വിളിച്ച് സംസാരിക്കും, എവിടെ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. അല്ലാത്ത ബാക്കി കാര്യങ്ങളൊക്കെ കുറവ്. അത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരിട്ടിരുന്ന് മാക്സിമം എല്ലാവരും ഒത്തുചേർന്ന് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണും വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.